കൽപ്പകഞ്ചേരിയിലുണ്ടായിരുന്ന മരിച്ച അസ്ലം സാഹിബ് ആ സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പരിചയത്തിൽപ്പെട്ട വിദേശ പ്രതിനിധികളെയും കൊണ്ടുവന്നു. അവർക്ക് സ്ഥലം പറ്റിയില്ല. അങ്ങനെ ആ സ്ഥലത്ത് അത് വേണ്ടെന്ന് പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സ്ഥലം ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ പിന്നെ മുജാഹിദ് സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സ്ഥലം വാങ്ങി. പക്ഷേ ടി.പി.യുടെ ബിസിനസ് കണ്ണ് അവിടെ തുറക്കുകയാണ്. ബഹുമാനായ ടി.പി.യുടെ കച്ചവട കണ്ണ് അവിടെ തുറന്നു. 200ഓളം ഷെയർ ഹോൾഡേഴ്സിനെ, നമ്മുടെ പ്രവർത്തകരിൽപ്പെട്ട പ്രവർത്തകരെ ഷെയർ ഹോൾഡേഴ്സായിട്ട് ചേർത്ത് CD ടവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, CD ടവർ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഡെവലപ്പേഴ്സ് എന്നാണ് കേട്ടോ ഫുൾ ഫോം. അങ്ങനെ CD ടവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിദേശത്ത് പോയി നാട്ടിലും വിദേശത്തുമുള്ള പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകരെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്നറിയോ? ആ സ്ഥലത്ത് 22 അല്ലെങ്കിൽ 25 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വിശാലമായൊരു പള്ളി. ടി.പി. അങ്ങനെ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയ ആളാ മൂപ്പര്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആളുകളെ കണ്ണിൽ എങ്ങനെ പൊടിയിടണം, എങ്ങനെ മുളകും പൊടി ഇടണം എന്നുള്ളതൊക്കെ മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാം. വിശാലമായ ഒരു പള്ളി കൂടെ നമ്മുടെ ആദർശം പ്രചരിപ്പിക്കാൻ അതിനടുത്ത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടപ്പോ പാവപ്പെട്ട നമ്മുടെ പ്രവർത്തകര്, വലിയ വരുമാനമൊന്നുമില്ലാത്തവരും ഷെയർ ഹോൾഡേഴ്സായി ചേർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ റിക്കാർഡിക്കലായിട്ട് അവരിൽ അധികം ആളുകളും ഷെയർ ഹോൾഡേഴ്സ് അല്ല, പിന്നെയോ ഡിബഞ്ചർ ഹോൾഡേഴ്സാണ്. എന്താ വ്യത്യാസം? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉടമക്കാരാണ്. ലാഭം കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാം, ഉടമസ്ഥാവകാശം ഉണ്ടാവും. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയലുണ്ട്, കടപ്പത്രം എന്ന് പറയാറുണ്ട്. കടം വാങ്ങിയ ഒരാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ എന്തേ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ? കൂടി വന്നാൽ ആ കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്നത് ഷെയർ ഹോൾഡർ എന്ന നിലക്ക് പണം കൊടുത്ത പ്രവർത്തകരിൽ അധികം ആളുകളും അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ ജനസംസാരം. തെറ്റുണ്ടെങ്കിൽ വന്നിട്ട് പറഞ്ഞോളൂ, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇനി കുറച്ചാൾക്കാർ ഷെയർ ഹോൾഡേഴ്സ്, അധികം ആളുകളും ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സിൽ അധികം ആളുകളും ഞമ്മന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ. അതിൽ തന്നെ കുറെ ആളുകൾ ആരാണ്? കുറെ ആളുകൾ അതിന്റെ ഡയറക്ടർമാരാണ്. ഡയറക്ടർമാരായാൽ എന്താ അറിയോ, കുറെ പണം അവരെ കയ്യിലുണ്ടാവും. അങ്ങനെ CD ടവറിന്റെ പണി തുടങ്ങി. ആ പണം വരുന്നത്, CD ടവറിന് വേണ്ടി പലപ്പോഴും പണം വരുന്നത് ടി.പി.യുടെ ഫാറൂഖ് ഹോസ്പിറ്റൽ മുഖേനയായിരുന്നു അത്രേ. ആ ഹോസ്പിറ്റലാണെങ്കിൽ അന്നിങ്ങനെ മുങ്ങിത്താകാൻ നിൽക്കുകയാണ്. എന്ന് പൂട്ടും എന്ന അവസ്ഥയിൽ ഇതിന്റെ ഭീമമായ ഒരു സംഖ്യ ടി.പി.യിൽ നിന്നും ആ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു കുലുമാല് വേറെ ഭാഗത്ത് നടക്കുക. അങ്ങനെ പണി കഴിഞ്ഞ് റൂമുകൾ വാടക കൊടുക്കാനും വിൽക്കാനും ഒക്കെ തുടങ്ങി. ടി.പി.യുടെ ഒരു ഏറ്റവും അടുത്ത മനസ്സാക്ഷി സുഖകാരനായ സലീം ചാലിയത്തിന്റെ കൈവശമാണ് ഇന്ന് അതിൽ പ്രധാനപ്പെട്ട റൂമുകളൊക്കെ. അങ്ങനെ സലീം ചാലിയത്തിൽ വിലക്ക് വിറ്റു. രജിസ്ട്രേഷന്റെ സമയമായി, പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും അവധി നീട്ടിക്കൊടുക്കും. ഒരു കച്ചവടം നടന്നു. വാങ്ങിയ ആൾക്ക് പറഞ്ഞ സമയത്ത് പണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനുഷികമായ പരിഗണന എന്ന നിലക്ക് സമയം നീട്ടിക്കൊടുക്കാറുണ്ട്. പക്ഷേ സലീമിന് നീട്ടിക്കൊടുത്തത് എത്രയെന്നറിയോ? 1.5 കൊല്ലം തോന്നുന്നുണ്ട്. ചെറിയ 1.5 കൊല്ലം അല്ലേ? ഇതൊക്കെയാണ് പ്രശ്നം. ഇനി അത് കഴിഞ്ഞു 5ാം നിലയിലെത്തി. 5ാം നില KNMന്റെ പെരടിയിലിടണം. നിങ്ങൾ നോക്കൂ, KNMന്റെ പെരടിയിൽ വെച്ച് കെട്ടാൻ ഈ ടി.പി. തന്ത്രം പയറ്റി. ഒരു യോഗത്തിൽ അബ്ദുറഹ്മാൻ സലഫി അതിനെ ശക്തമായി എതിർത്തിട്ടില്ലേ? സലഫിയുടെ പ്രയോഗം മുടക്കാച്ചരക്കായ 5ാം നില KNMന്റെ പെരടിയിലിടാനുള്ള ശ്രമമാണിതെന്നാണ്. മുടക്കാച്ചരക്കായ 5ാം നില, ഒരു ബിൽഡിംഗിന്റെ ഏറ്റവും അവസാനത്തെ നില 5ാം നില KNMന്റെ പെരടിയിലിടാനുള്ള സൂത്രമാണിത് എന്നാണ് അബ്ദുറഹ്മാൻ സലഫി യോഗത്തിൽ വെച്ച് പ്രയോഗിച്ച പദം. പല പ്രവർത്തകരും CD ടവറിന് വേണ്ടിയുള്ള പണപ്പിരിവിൽ കലക്ഷനിൽ സഹകരിച്ചിട്ടില്ല. എനിക്കറിയാം. ഞങ്ങളുടെ മണ്ഡലത്തിൽ, കാളികാവ് മണ്ഡലത്തിൽ ബഷീർ മാഞ്ചേരി എന്ന് പറയുന്ന പ്രവർത്തകൻ നിങ്ങൾ പരിചയം ഉണ്ടാവും. മൂപ്പരൊരു മണ്ഡലം മീറ്റിംഗിൽ വെച്ച് CD ടവറിന് വേണ്ടിയുള്ള കലക്ഷനിൽ എനിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത്.
എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ പല പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ എന്താകട്ടെ, ടിപിയും സലഫിയും തമ്മിൽ ഒരു യോഗത്തിൽ വെച്ച് ഇതിന്റെ പേരിൽ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ CD ടവറിന്റെ 5-ാം നില KNMന്റെ സംസ്ഥാന ആസ്ഥാനമായിട്ട് വാങ്ങി, വിലക്ക് വാങ്ങി. വില നിശ്ചയിക്കുന്നതാരാണ്? വിൽക്കുന്നതാരാണ്? വാങ്ങുന്നതാരാണ്? ലാഭവിഹിതമാർക്കാണ്? ബ്രോക്കറേജ് ആർക്കാണ്? ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഒക്കെ നടത്തുന്നത് ഒരു ടീം തന്നെ, ഒരു കൂട്ടരനെ. ടിപിന്റെ ആൾക്കാരും. KNMന് വേണ്ടി വാങ്ങുന്നത് TP, KNMന് വേണ്ടി വിൽക്കുന്നത് TP, വില നിശ്ചയിക്കുന്നത് TP. പണ്ട് കിട്ടുണ്ണി സർക്കസ് എന്ന് പറയുന്നുണ്ട് നമ്മൾ. കിട്ടുണ്ണി സർക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങായി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു പാത്രമോ ടിന്ന് എന്തെങ്കിലും എടുത്തിട്ട് അതിമ കൊട്ടിയിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് കറങ്ങും. അപ്പോ ആൾക്കാരൊക്കെ കൂടി അവിടെ കൂടും. അപ്പൊ ഒന്നെ സർക്കസ് കളിക്കും. കുറച്ചേരം കഴിഞ്ഞിട്ട് തന്നെ പാത്രം കൊണ്ട് നടന്ന് പിരിവ് നടത്തും. ആ പൈസയും പോക്കറ്റിലിട്ട് ഓൻ പോവുകയും ചെയ്യും. ഒക്കെ കിട്ടുണ്ണി തന്നെ. ഇതുപോലെ CD ടവറുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടും തന്നെ. എന്തിനാണ് KNMന് തന്നെ ഇത് വിറ്റത്? 5-ാം നില വേറെ ആർക്കെങ്കിലും വിറ്റുകൂടായിരുന്നോ? അന്ന് KNM അതിന് കൊടുത്ത വില ലോകത്താരും കൊടുക്കൂല, ലോകത്താരും കൊടുക്കൂല. അന്ന് ആ വില ആരെടുത്തൊന്നും കിട്ടൂല. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. പക്ഷേ ഇതൊന്നല്ല ഇവിടെ തമാശ. ഇതിലേറെ വലിയ തമാശ, 5-ാം നില KNMന് വേണ്ടി വാങ്ങി. കരാറനുസരിച്ച് പണം കൊടുക്കേണ്ട സമയമായി. പ്രവർത്തകരിൽ നിന്ന് വിചാരിച്ചത്ര പണം പിരിച്ചു കിട്ടിയതുമില്ല. എന്തു ചെയ്യും? മാർഗണ്ട്. മടവൂർ വിഭാഗം സഹോദരന്മാരുടെ ഭാഷയിൽ മുമ്പ് മധ്യസ്ഥനായി വന്ന് സംസ്ഥാന പ്രസിഡന്റായ 3 അക്ഷരത്തിന്റെ അധിപൻ, ആ അധിപനിൽ ഒരു ബുദ്ധി ഉദിച്ചു, കുബുദ്ധി ഉദിച്ചു. എന്താണ് ആ ബുദ്ധി? എന്താണ് ആ കുബുദ്ധി? പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലത്തിന്റെ പകുതി വിൽക്കുക. വിശാലമായ പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലത്തിന്റെ പകുതി ആണ് വിൽക്കുക. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് പകുതി വിറ്റു. നിഷേധിക്കട്ടെ, നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതുമല്ല വലിയ തമാശ. ഈ വിൽക്കണ സ്ഥലം ആരുതാണെന്നറിയോ? ആരുതാ? CD ടവറിന്റെ. CD ടവറിന്റെ സ്ഥലം ആർക്ക് പണം കൊടുക്കാനാണ് വിൽക്കുന്നത്? CD ടവറിന് പണം കൊടുക്കാൻ. എന്റെ കയ്യിൽ നിന്ന് ശിഹാബ് മൗലവി കുറച്ച് സ്ഥലം വാങ്ങി. രജിസ്റ്ററിന്റെ സമയമായപ്പോൾ പൈസ തരാൻ മൂപ്പരത്തില്ല. അപ്പൊ ആ സ്ഥലത്തിന്റെ കുറച്ച് വിറ്റിട്ട് മൂപ്പരിന്റെ അടുത്ത് രജിസ്റ്റർ വാങ്ങുക അല്ലേ? അത് മാത്രമല്ലല്ലോ, അത് മാത്രമല്ല, ഈ വിവരം നിങ്ങൾ പണം മുടക്കിയ പാവം പ്രവർത്തകർ അറിയിച്ചിരുന്നോ? ഷെയർ ഹോൾഡേഴ്സിനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഈ വിവരം അറിയിച്ചിരുന്നോ? പറഞ്ഞതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സമയമല്ല. താജുദ്ദീൻ സലാഹി വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. മറുപടി പറഞ്ഞാൽ അപ്പൊ നോക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിശാച് ബാധ ഇവിടെയൊക്കെ കാര്യമായി നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമല്ല. പിശാച് നന്നായി ഇവരൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അത് പറയാൻ നമുക്ക് വലിയ മടിയൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ CD ടവറുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുകയാണ്. കഴിഞ്ഞ വിശദീകരണത്തിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി വലിയ ചോദ്യം ചോദിച്ചു. നമ്മളെ നേതാക്കൾ APയും TPയും സലഫിയൊക്കെ അധികാരമോഹികളാണെങ്കിൽ APക്കും TPക്കും ഇപ്പൊ അധികാരമല്ലേ? സലഫിക്ക് ഇപ്പൊ അധികാരമല്ലേ? പിന്നെന്താ അധികാരമോഹം? അങ്ങനെയാണെങ്കിൽ UDFന് ഇപ്പൊ അധികാരമല്ലേ? ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോ അധികാരത്തിന് വേണ്ടി ഒന്നും ചെയ്യൂല. അധികാരമുള്ളവരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൂട്ടിക്കോളി. ഇനി അതല്ലാന്ന് വിചാരിക്കുക, സംഘടന കൈപ്പീടി ഒതുക്കാൻ സലഫിയുടെ കളിക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ സലഫി എന്ത് ചെയ്യുമെന്നത് APക്കും TPക്കൊക്കെ നന്നായിട്ട് അറിയാം. ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതൊക്കെ വെച്ചിട്ട് ഈ CD ടവർ കച്ചവടവുമായി ബന്ധപ്പെട്ട് സലഫിയുടെയും നൂർ മുഹമ്മദ് നൂർഷയുടെയും ഒക്കെ കൈവശം എമ്പാടും തെളിവുകളുണ്ട്, രേഖകളുണ്ട്. അതുപോലെ തന്നെ സലഫി ഒരു കാര്യം വിചാരിച്ചാൽ, അത് സമ്മതിച്ചില്ലെങ്കിൽ, അതിനെ എതിർത്താൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് ബഹുമാനനായ AP ഒക്കെ പല പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചു, ബ്ലാക്ക്മെയിൽ ചെയ്യും എന്ന് പേടിച്ചിട്ട് തന്നെയാണ് സലഫിയുടെ സകല കുതന്ത്രങ്ങൾക്കും APയും TPയും കൂട്ടുനിൽക്കുന്നു കൊടുക്കുന്നത്. APക്കും TPക്കോ തൽക്കാലം സ്ഥാനം നഷ്ടപ്പെടില്ല. ഈ കള്ളത്തരങ്ങളൊക്കെ മറച്ചുവെക്കും ചെയ്യാം. സലഫിക്ക് ജനറൽ സെക്രട്ടറി ഇപ്പോ ആയിട്ടില്ലെങ്കിലും നെക്സ്റ്റ് ചാൻസ് എനിക്ക് തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇനിയോ ഇപ്പോഴും സലഫി ജനറൽ സെക്രട്ടറി ആയതിന് തുല്യമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ പുതിയ സംസ്ഥാന ട്രഷററെ തീരുമാനിച്ചതാരാ?
വർഷങ്ങളായിട്ട് അബ്ദുറഹ്മാൻ മദനി പാലത്തായിരുന്നല്ലോ നമ്മുടെ ട്രഷറർ. ആരാണ് പുതിയ ട്രഷററെ തീരുമാനിച്ചത്? എ പി ആണോ ടി പി ആണോ? എ പിയും ടി പിയും കൂടിയിട്ടല്ലേ ട്രഷററെ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭരണഘടന പ്രകാരം അല്ലേ? അങ്ങനെയാണോ തീരുമാനിച്ചത്? തട്ടിപ്പറിച്ചു വാങ്ങിയതല്ലേ? തട്ടിപ്പറിച്ചു വാങ്ങിയതാണ്. അത് എ പിയുടെ സമ്മതപ്രകാരമാണോ നൂർഷയെ ട്രഷററാക്കിയത്? അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കാറുണ്ട്. പക്ഷെ വേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ ഇനിയും മറുപടി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അധികാരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഇവിടെ നാണിയാജി പറഞ്ഞതുപോലെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സമ്മതിക്കുക നമ്മൾ. എന്നാൽ 15/3/2013 വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട കോഴിക്കോട് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ്, ഓർഡർ എന്താണ്? ടി പി അടക്കമുള്ള 23 സംസ്ഥാന കൗൺസിലർമാർ കൗൺസിലിൽ പ്രവേശിക്കരുത്, അയോഗ്യരാണ് അവരെന്നാണ്. എ പിയും ടി പിയും പിറ്റേന്ന് പ്രസ്താവന. എന്താ പ്രസ്താവന? കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി വാങ്ങിയതാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി വാങ്ങിയത്. ഞങ്ങൾ കേസ് കൊടുത്തു, അവർക്ക് നോട്ടീസ് അയച്ചു, കൗണ്ടർ കൊടുക്കാൻ പറഞ്ഞു, വിധി പറയാൻ വെച്ചു, അവർ കൗണ്ടർ കൊടുത്തു, വീണ്ടും അവരരജി കൊടുത്തു. ഞങ്ങൾക്ക് ഇനിയും തെളിവുകൾ ഹാജരാക്കാനുണ്ട്. ഒരിക്കൽ കൗണ്ടറും തെളിവുകളൊക്കെ കൊടുത്ത് അവർ തന്നെ വീണ്ടും ഞങ്ങൾക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രേഖകൾ ഹാജരാക്കാനുണ്ട്, അന്ന് വിധി പറയരുത് എന്ന് പറഞ്ഞിട്ട് കോടതി അതും പരിഗണിച്ചു, തന്നോളൂ എന്ന് പറഞ്ഞു. വീണ്ടും കൊടുത്തു കുറെ തെളിവുകൾ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇടക്കാല ഉത്തരവ് വന്നത്. 23 ആളുകൾ പുറത്തു നിൽക്കണം, കൗൺസിലിലേക്ക് പ്രവേശിക്കരുത്. എന്താ തെളിവ്? കോഴിക്കോട് സൗത്ത് ജില്ല KNMന്റെ മിനിറ്റ്സ് ബുക്കാണ് തെളിവ്. എന്നിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി വാങ്ങിയതാണ്. അത് മാത്രമല്ല 31/3 കോഴിക്കോട് സൗത്ത് ജില്ലാ കൗൺസില് വിളിച്ചു. ഇവര് വീണ്ടും വിളിച്ചു. അപ്പോ എന്താണ് ഫലത്തിൽ അവർ അംഗീകരിച്ചത്? 2011 ഡിസംബറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്ന് സമ്മതിക്കല്ലേ ചെയ്ത്? അല്ലെങ്കിൽ എന്തിനാ കോടതി ഇങ്ങനെ വിധി പറഞ്ഞതിന് അപ്പീൽ പോകല്ലേ വേണ്ടത്? തെരഞ്ഞെടുപ്പ് നടത്തണോ വേണ്ടത്? അതും മാത്രമല്ല, ഇത് കോടതി അംഗീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ്? ഇടക്കാല ഉത്തരവിൽ കോടതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ല എന്നൊരു പദപ്രയോഗത്തിനെ പിടിച്ചിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോടതി നിശ്ചയിക്കുന്ന കമ്മീഷനുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നല്ലേ? അതുമാത്രമല്ല 2 മാസം മുമ്പ്, ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ 2 മാസം മുമ്പ് എന്തിനു പുറത്താക്കിയ ആദർശ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയ കൗൺസിലർമാരെ നിങ്ങൾ വിളിച്ചല്ലോ. അപ്പൊ അന്ന് പുറത്താക്കിയ നടപടിയും ശരിയല്ല, അസാധുവാണ് എന്ന് നിങ്ങൾ തന്നെ, അഥവാ പുറത്താക്കിയവർ തന്നെ സമ്മതിച്ചു എന്നർത്ഥം. പിന്നെ ചില കൗൺസിലർമാർക്ക് ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഇന്ന് തെരഞ്ഞെടുപ്പ്, നാളെ കത്ത് കിട്ടി. കത്തോ രജിസ്റ്റർ ചെയ്ത് അയച്ചതുമാണ്. അയച്ചിട്ടില്ല എന്ന് നിഷേധിക്കാനും കൂടി പറ്റൂല. ഇന്ന് തെരഞ്ഞെടുപ്പ്, നാളെയാണ് ചില കൗൺസിലർമാർക്ക് കത്ത് കിട്ടുന്നത്. ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ആ തെരഞ്ഞെടുപ്പ് സമ്മതിച്ചു എന്ന് വിചാരിക്കുക, വാദത്തിന് വേണ്ടി. എന്നാൽ TP കൂടി വന്നാൽ ആരേ ആവുള്ളൂ? സംസ്ഥാന കൗൺസിലറല്ലേ ആവുള്ളൂ? സംസ്ഥാന പ്രസിഡന്റ് ആവുമോ? പ്രസിഡന്റ് ആകണമെങ്കിൽ സംസ്ഥാന കൗൺസിലർമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി 2ാമത് സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കണ്ടേ? അത് നടത്തിയിട്ടുണ്ടോ? അത് നടത്തിയെന്ന വാദം നിങ്ങൾക്കെങ്കിലും ഉണ്ടോ? TPക്കെങ്കിലും ഉണ്ടോ? അതുപോലെ നമ്മുടെ ഈ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടില്ലെങ്കിൽ, ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് മൂപ്പര് സലഫിന്റെ ആളാ, അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് APക്ക് നന്നായി അറിയാം അല്ലേ? 10 കൊല്ലം മുമ്പ് എടാ അബ്ദുൽ ഖാദറെ എന്ന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടാ മുജാഹിദ് സെന്ററിന് നാണിയാജി ഇറങ്ങിപ്പോകുന്നത്? 1 പ്രാവശ്യമാണോ? 2 പ്രാവശ്യമാണോ? ആണോ? എന്തൊക്കെയാണ് AP പറഞ്ഞിട്ടുള്ളത്? അത് ബഹുമാനായ AP എത്ര ആളുകളോട് പറഞ്ഞതാ? ഈ 10 കൊല്ലം ഈ മനുഷ്യൻ എവിടെയായിരുന്നു? നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ നാണിയാജിനെ? ആരെങ്കിലും കണ്ടിരുന്നു? ഏതെങ്കിലും രംഗത്ത് എവിടെയായിരുന്നു ഇയാൾ? എന്തായിരുന്നു പ്രശ്നം? അപ്പൊ മൂപ്പര് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും എന്ത് സംഭവിക്കും അത് APക്ക് അറിയാം. അയാൾ പറയുന്നവരെ പുറത്താക്കുന്ന പണിയാണ് ഇപ്പൊ APക്കുള്ളത്. മൂപ്പര് ലിസ്റ്റ് കൊടുക്കുക, പേര്, അഡ്രസ് കൊടുക്കുക, ആ പുറത്താക്കിയതായിട്ട് കത്തയക്കുക. ആ കത്തയച്ചതിലുള്ള വൈരുദ്ധ്യങ്ങളും രസകരമായ പല തമാശകളും അത് വിശദീകരിക്കാണ്ട് 2 മണിക്കൂർ. അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. കത്തിലെ വാചകം എന്താ? കത്തിലെ വാചകം താങ്കൾ കടുത്ത സംഘടനാ വിരുദ്ധവും ആദർശവിരുദ്ധവുമായ പ്രവർത്തനം നടത്തിയതായി പരാതി ലഭിക്കുകയും ആയത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രാം തീയതി ചേർന്ന സംസ്ഥാന ഭരണസമിതി യോഗം താങ്കളെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വിശദീകരണം കൊടുക്കാൻ ഇത്രാം തീയതി CG ടവറിലെത്തണം. ഇതാണ് കത്തിലെ വാചകം. പലരും ഇങ്ങനെ കത്ത് കിട്ടിയ പലരും എന്നെ
കുറിച്ച് കിട്ടിയ ആ പരാതിയുടെ കോപ്പി ഒന്ന് അയച്ചു തരണം സർ എന്ന് പറഞ്ഞിട്ട് KP-ക്ക് മറുപടി അയച്ചു നോക്കി. കാരണം അതൊരു മര്യാദയാണല്ലോ. ഏത് കോടതിയിലും ആരെക്കുറിച്ച് ആര് പരാതി കൊടുത്താലും അതിന്റെ കോപ്പി കോടതി കൊടുക്കും. നൂറുകണക്കിന് പ്രവർത്തകരുടെയും പണ്ഡിതന്മാരുടെയും പേരിൽ പരാതി കിട്ടി ആദർശ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്, സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്, എന്നിട്ട് അതിന്റെ കോപ്പി ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഒരു കോപ്പി അയച്ചു കൊടുത്തോ? എനിക്കിങ്ങനെ കത്ത് വന്നാൽ 27-28 കൊല്ലമായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഞാന്, പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഞാന്, എന്നെക്കുറിച്ചുള്ള പരാതി എന്താണെന്ന് അറിയാതെ അതിന് വിശദീകരണം കൊടുക്കാൻ പോകുമ്പോൾ ഏതൊക്കെ രേഖകളാണ് ഞാൻ കയ്യിൽ വെക്കേണ്ടതെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കുക? എനിക്ക് അതിന്റെ ഒരു കോപ്പി അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാലെങ്കിലും അയച്ചു തന്നൂടെ? ഇനി അത് മാത്രമല്ല, അയച്ചു തരാൻ സാധിക്കുമോ? എപ്പിക്ക് സത്യസന്ധമായി അയച്ചു തരാൻ സാധിക്കുമോ? സാധിക്കൂല. താങ്കൾക്ക് ഈ ഒരു ഗതികേട് വന്നല്ലോ AP, അതിലാണ് സങ്കടം. താങ്കളെപ്പോലെയുള്ള ഒരാൾക്ക് ഈ ഒരു ദുരവസ്ഥ വന്നതിൽ നാണിക്കുന്നു, ലജ്ജിക്കുന്നു, ഖേദിക്കുന്നു, അത്രമാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഇനി പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പലവിധ ആരോപണങ്ങളും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താജുദ്ദീൻ സലാഹി വിശദീകരിക്കും. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അല്ലേ? നമ്മുടെ PMA വഹാബ് സാറ് നടന്ന് പ്രസംഗിക്കുന്നു. എന്ത്? EK അഷ്റഫ് ഭയങ്കര അധികാരമോഹിയാണ്. പിന്നെ എടത്തനാട്ടിൽ വന്നിട്ട് മൂപ്പര് പ്രസംഗിക്കുക. എന്ത്? അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല TK അഷ്റഫിന്. പറയുന്ന ആൾക്കോ ഈ PMA വഹാബിനെ കഴിഞ്ഞ സംഘടനാ പ്രശ്നത്തിൽ, മടവൂർ വിഭാഗവുമായി ഉണ്ടായ പ്രശ്നത്തിൽ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അന്ന് ആദർശപരമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, സംഘടനാപരമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എവിടെയായിരുന്നു ഇയാളുടെ സംഘടനാ കൂറ്? എവിടെയായിരുന്നു ഈ വിദ്വാന്റെ ആദർശ പ്രതിബദ്ധത? കാളികാവ് മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തകനാണ്. ISM തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രവർത്തകര് പറഞ്ഞു, ഈ മണ്ഡലത്തിൽ നിന്ന് ഇവിടുത്തെ ദാവത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം നിങ്ങൾ. അയാൾ സലഫിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് പ്രവർത്തകർ മാറ്റി നിർത്തിയതല്ല. മൂപ്പരങ്ങനെ സലഫിന്റെ ആളുമല്ല. മോങ്ങത്ത് നടന്ന ISM ജില്ലാ സമ്മേളനത്തിൽ പ്രോഗ്രാമിലില്ലാത്ത സലഫിയെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി കോക്കസ് പല കളികളും കളിച്ചപ്പോൾ വാശി പിടിച്ച ആളാണ് PMA വഹാബ്. ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കൂല, അങ്ങനെ ഒരു കളിക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ച ആളാ PMA വഹാബ്. കാളികാവ് മണ്ഡലത്തിലുള്ള പ്രവർത്തകർ, മേഖലയിലുള്ള പ്രവർത്തകർ അവിടെ പിടിച്ചു വെക്കാൻ കാരണം മൂപ്പർ സ്റ്റേജിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. TK അഷ്റഫിനെ കളിയാക്കിയ സഹോദരൻ സ്റ്റേജിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. ക്യാമറ കണ്ടാൽ ചിരി വരുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയാം PMA വഹാബ്. വെറുതെ ഇരുന്ന് ചിരിക്കും, ക്യാമറ കണ്ടാൽ മതി. ആരും ചിരിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഫോട്ടോ വരുമ്പോൾ മൂപ്പർ ഇങ്ങനെ ക്ലോസപ്പിന്റെ പരസ്യം കൊടുത്ത മാതിരി ചിരിച്ചിട്ടായിരിക്കുക. ഈ രൂപത്തിലുള്ള ഒരാള് TK അഷ്റഫിനെ പോലെയുള്ള ആളുകളെ അധികാരമോഹി എന്ന് വിളിക്കാൻ എടത്തനാട്ടിൽ വെച്ചിട്ട് മൂപ്പര് ചോദിക്കുക. എന്താ ചോദ്യം എന്നറിയോ? എന്താ ചോദ്യം? ഷരീഫും ഞാന് TK അഷ്റഫും തമ്മിൽ കഴിഞ്ഞ KNM തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സ്വകാര്യ സംഭാഷണം അത് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? സഹോദര, സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടാ പിന്നെ അതിന് സ്വകാര്യം എന്ന് പറയൂ? ഞാനും വഹാബും തമ്മിലുള്ള എല്ലാ സ്വകാര്യവും അനക്കും എന്റെ വീട്ടുകാർക്കും പറഞ്ഞുതരാനുള്ളതാ ആണോ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ എന്താണെന്നറിയോ, എന്റെ അടുത്ത് സംഘടനാപരമായ കുറെ രഹസ്യങ്ങളുണ്ട്, സ്വകാര്യങ്ങളുണ്ട്, അതൊക്കെ കൂടി ഞാൻ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ കേട്ടു നിൽക്കുന്ന ആളുകളെ ധരിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. എന്റെ അടുത്തുള്ള സ്വകാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾ പറയാം. അതൊക്കെ ഞാനപ്പോ മറുപടി പറയാൻ വരണ്ട്. ഇത് ആരാണെന്ന് ഞാനും, ഞാൻ ആരാണെന്ന് ഇയും നന്നായി അറിയും കേട്ടോ. വെറുതെ കുപ്പ തോണ്ടാൻ നിൽക്കരുത്. ഇനി അങ്ങനെ സ്വകാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് പിടിച്ചത് ഇല്ലാന്ന് നിഷേധിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ തെളിവ് തരാം. AP അബ്ദുൽ ഖാദർ മൗലവി കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് പിടിച്ചത്, ഇലക്ഷൻ വർക്ക് നടത്തിയത് എന്റെ സുഹൃത്ത് വഹാബിന് നിഷേധിക്കാൻ സാധിക്കുമോ? നിഷേധിക്ക്. അപ്പൊ തെളിവ് തരാം. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഈ ടൈമിലല്ല, അതിന്റെ മുമ്പത്തെ, PK ഇസ്മായിൽ എഞ്ചിനീയർ എന്നോട് പറഞ്ഞ സ്വകാര്യം അത് പരസ്യപ്പെടുത്താൻ വഹാബിന് ധൈര്യമുണ്ടോ? ഇസ്മായിലിനോടൊന്ന് ചോദിച്ചാ സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഷരീഫ് അതിന് പറഞ്ഞ മറുപടി എന്താണ്? ഷരീഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേജിൽ വെച്ചിട്ടോ പറയേ, നേർക്കുനേരെ പറഞ്ഞാലും മതി. അപ്പൊ തെളിവ് ഞാൻ തരാം. CD ടവറിൽ വെച്ച് 2010 ഈസ്റ്റ് ജില്ലയിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രവർത്തകരെയും പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയ ഒരു യോഗത്തിൽ PK ഇസ്മായിൽ എഞ്ചിനീയർ എന്നോട് പറഞ്ഞ സ്വകാര്യം അത് സലഫിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സലഫിയെ ഇരുത്തി ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. സലഫി കേട്ടിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ എഞ്ചിനീയറോട് ചോദിക്ക്, വഹാബ് സാറ് ചോദിക്ക്, എന്നിട്ട് മറുപടി പറയും. ആ സ്വകാര്യവും പരസ്യപ്പെടുത്താൻ ഉള്ള ഒരു ധൈര്യം കാണിച്ചിട്ട് പോരെ ഞാനും അഷ്റഫും തമ്മിൽ സംസാരിച്ചത് പുറത്തുവിടുമോ എന്നൊക്കെ ചോദിക്കാൻ. പിന്നെ വഹാബ് പറഞ്ഞു, ഫർണിച്ചർ മോഷണം പോയി ഇസ്ലാമിക് ക്യാമ്പസിൽ നിന്ന്.
ഷാജഹാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഫർണിച്ചർ മോഷ്ടിച്ചാലോ ആര്? ഇവിടെയുള്ള പ്രവർത്തകര്, മഞ്ചേരിയിലുള്ള പ്രവർത്തകര്. അതൊക്കെ അവനവന്റെ പണി അവനാൻ പറയാ കേട്ടോ. സ്വന്തക്കാരുടെ സ്വഭാവം വിളിച്ചു പറയണ്ട. പി കെ അബ്ദുള്ളാജിനോട് ചോദിച്ചാൽ മതി മൂപ്പര പ്രശ്നം എന്താണെന്നുള്ളത്. മൂപ്പര പ്രശ്നം ജിന്നും സിഹറൊന്നല്ല, IMB-യുടെ 60,000 ഉറുപ്പിയാണ്. പറഞ്ഞു ആർക്കും ചോദിച്ചു, അത് പറയാൻ പറ്റൂല. വാങ്ങിയോനും ഞാനും മാത്രമേ അറിയാൻ പാടുള്ളൂ. പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള പൈസ. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളെ കുടുംബ സ്വത്തറ്റയാണോ സദസ്സെന്ന്. അങ്ങനെ ഉസ്മാമദിന് ഒരു പുതിയ തീരുമാനം കൊണ്ടുവന്നു. KNM-ന്റെ ISM-ന്റെ MSM-ന്റെയും IM-ന്റെ ഒക്കെ കണക്ക് അവതരിപ്പിച്ചാൽ അത് ഓഡിറ്റർമാർക്ക് കൊടുക്കണം. ഓഡിറ്റർമാരെ നിശ്ചയിച്ചു, നമ്മളെ സംഘടനയിൽപ്പെട്ട 2 ആളുകളെ. അവർ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് അടുത്ത യോഗത്തിൽ അവതരിപ്പിക്കണം. ആ തീരുമാനം വന്നു. അന്ന് മുതൽ മൂപ്പര് നമ്മളെയൊക്കെ ശത്രു ആയി. ഇതാണ് മൂപ്പര പ്രശ്നം. ഇങ്ങനെ എന്ത് നുണ പറഞ്ഞാലും ചുരുക്കത്തിന് വഹാബിന്റെ കക്ഷിക്ക് യോജിക്കുന്നതാണ് ഒക്കെ എന്നർത്ഥം. നാണിയാജി ഇവിടെ വലിയൊരു അപരാധം നമ്മൾ ചെയ്ത് പറഞ്ഞെന്താണെന്നറിയോ? തിരുവനന്തപുരത്ത് കേസ് കൊടുത്തു, സ്വന്തം കക്ഷിയിൽപ്പെട്ട 2 ആളുകളെ പ്രതി ചേർത്ത് കേസ് കൊടുത്തു. ഇവരൊരു വിവരദോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നാണിയാജി അയച്ച നോട്ടീസാ. ഇത് ആർക്കൊക്കെ ഉള്ളതാ? EK അബ്ദുസലാമിന്, പ്രൊഫസർ PN അബ്ദുറഹ്മാൻ സാഹിബിന്, പിന്നെ നമ്മളെ അബ്ദുറഹ്മാൻ, അതായത് നമ്മളെ പട്ടൻ കുഞ്ഞുട്ടി ആരെ കക്ഷിപ്പെട്ട ആളാ? നാണിയാജിന്റെ വലങ്കൈയല്ലേ? ഈ നോട്ടീസിൽ പറയുന്നത് പോലെ ഒരാഴ്ചക്കകം ചെയ്തിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കും, കേസ് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുഞ്ഞുട്ടിക്ക് നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാം അല്ലേ? ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ എന്തിനാണ് വെറുതെ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളൊക്കെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു സഹോദരൻ പ്രസംഗിക്കുക, കാട്ടുകുരങ്ങന്റെ പേരിലൊരു സംഘടന ഉണ്ടാവുമോ? ജിന്നിന്റെ പേരിലൊരു സംഘടന. നമ്മളെ കളിയാക്കാണ്. ജിന്നിന്റെ പേരിലൊരു സംഘടന, നിങ്ങളെ സംഘടനയോ ഞാനെന്ന് വിചാരിക്കുക. സംസ്ഥാന പ്രസിഡന്റിന്റെ കഥപ്പ ഞാൻ പറഞ്ഞു. കോടതിയുടെ ഭാഷയിൽ നിയമപരമായി അല്ലാതെയും അദ്ദേഹം പ്രസിഡന്റ് അല്ല, സംസ്ഥാന കൗൺസിലർ പോലുമല്ല. ഇനി ജനറൽ സെക്രട്ടറി ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഈ 23 അയോഗ്യർ അടങ്ങുന്ന ബോഡിയാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതൊക്കെ കോടതി പറയട്ടെ. പിന്നെ ഇനി നിങ്ങൾ അഡ്വോക്ക് MSM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പുണ്ടോ? 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ഷിർക്കാണെന്ന് മൂപ്പർക്ക് തോന്നിയില്ല, ഷിർക്കല്ലാന്നാ തോന്നിയത്. മൂപ്പര് രാജിവെച്ചു. അഡ്വോക്ക് ISM-ന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടോ? PK സക്കരിയ സലാഹി ഉണ്ടോന്നും ഇല്ലാന്നും കേൾക്കുന്നുണ്ട്. ജാമ്യയിൽ ഇപ്പൊ എന്തായാലും മൂപ്പര് ഇല്ല. ഞാൻ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പല തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നീട് വിശദീകരിക്കാം. നാണിയാജി ഇവിടെ പറഞ്ഞത് പല പ്രാവശ്യം ഉസ്മാമദിനിയുമായി ബന്ധപ്പെട്ടു. ഉത്തരവിച്ചു പോകാനുള്ള സമവായത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി, പക്ഷേ സമ്മതിച്ചില്ല എന്നാ. എങ്ങനെ സമ്മതിക്കുക? മൂപ്പർക്ക് എന്താ വേണ്ടത്? ഉസ്മാമദിനെ ഔട്ടാക്കണം. മൂപ്പര് വിചാരിച്ച എല്ലാവരും ഔട്ടാക്കണം. എന്നാൽ ഉസ്മാമദിക്ക് എതിരല്ല ഞാനിന്ന് വരുത്തി തീർക്കും വേണം. അതിൽ വന്നിട്ട് പറ്റൊരു ക്ലോസ് വെച്ചു ഉസ്മാമദിനോട്. ഇന്ന ആളുകളൊക്കെ, ആ ജിന്നുകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് ഒരു സമവായത്തിനൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ നടക്കുമോ? ഞാൻ പറഞ്ഞു ഉസ്മാമദിനോട് അങ്ങനെ ആയിക്കോട്ടെ എന്നാലേ പറഞ്ഞു. ഉസ്മാമദിനാണ് പിരാന്തുണ്ട് എനിക്ക്. ഒരുമിച്ച് ഒരു കാലം തൗഹീദി രംഗത്ത് പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ ഇന്ന ആളുകളൊക്കെ ജിന്ന് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു സമവായത്തിന് സമ്മതിക്കുന്ന പ്രശ്നമല്ല എന്ന് ഉസ്മാമദിനിക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി ഇവർക്ക് കഴിയും, എന്തിനും കഴിയും. നമ്മുടെ മേൽ ശിർക്കാരോപിക്കാൻ മാത്രമല്ല കഴിയുക, ഇവരൊക്കെ ചെയ്യുന്ന തെമ്മാടിത്തം സംഘടനയുടെ പെരയിൽ വെച്ച് കെട്ടാൻ അവർക്ക് കഴിയും. അങ്ങനെ രക്ഷപ്പെടാനും കഴിയും. നിങ്ങൾ നോക്ക്, ചരിത്ര സംഭവം എന്ന് പറയുമ്പോ, ചരിത്രം സൃഷ്ടിച്ച സംഭവം എന്ന് പറയുമ്പോ ഇന്നോളം ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവമാകണത് അല്ലേ? KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു വിജിലൻസ് അന്വേഷണത്തിന് വിധേയനാവുക എന്ന് പറയുന്നത് ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ? എന്താ പ്രതികരണം? ജയിലിൽ പോയാലും തൗഹീദ് പറയും. പറഞ്ഞാട്ടാ തോന്നുന്നത് എന്താ അറിയോ? കേസ് കൊടുത്തോം ഇയാൾ തൗഹീദ് പറയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടാ കേസ് കൊടുത്തതെന്ന് തോന്നും അല്ലേ? അതിനാ കേസ് കൊടുത്ത്. പക്ഷെ ഇനി അങ്ങനെയാണ് വിചാരിക്കുക, വിദേശത്തുള്ള ദിവസം ഇവിടെ ഒപ്പിട്ട് ശമ്പളം വാങ്ങി, അത് ആ ചെയ്തത് വഷളത്തരാണ്, ഓനെ വളപ്പ് കടിപ്പിക്കാൻ പറ്റില്ല, അവൻ ആള് മോശമാണ് എന്നൊക്കെ പറയാം. പക്ഷെ ഓൻ മുശരിക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിടുവോ? അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ വിടൂല, അത് ഹറാമാവും, വഷളത്തരാണ്. സംഘടനന്റെ അല്ല, നാട്ടില് മൂപ്പരെ ഒരു സ്ഥലത്തും അയാളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മുശരിക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിടൂല. കാരണം അത് ഷിർക്കല്ല, അതിൽ പ്രാർത്ഥനയില്ല, തട്ടിപ്പും പൊട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ ഉണ്ട്. പക്ഷേ മൂപ്പരെന്താ പറഞ്ഞത്? തൗഹീദ് പറയും ജയിലിൽ വെച്ചും. പാവം, എന്തൊരു തൗഹീദിനോടുള്ള പ്രതിബദ്ധത നോക്കിങ്ങൾ അല്ലേ? അവിടെയും തൗഹീദ്. എന്നിട്ട് പിന്നെ ഒരു ഷുക്കൂർ സലാഹി ഇവിടെ അതിനൊരു താങ്ങ് 15 ആളുകൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ. അതുകൊണ്ട് ഇതില്ലാതാകുമോ? കൊടുക്കും, അല്ലെങ്കിൽ ആ അഡ്രസ്സും
ആ തെളിവുകളൊക്കെ തരും, ഞങ്ങൾ കൊടുത്തോളാം. നമ്മളെ കൂട്ടത്തിൽ ഈ ജാതി ആളുകൾ വേണ്ടേ? രണ്ടു കൂട്ടത്തിലും വേണ്ട. ആ തെളിവ് ആരോടാത് പറയണത്? ഇനി ഒക്കെ ഒന്ന് എടുക്കുക, നമ്മൾ എല്ലാവരും ഒന്ന് എടുക്കുക, നിങ്ങളൊന്ന് കൊടുത്തു വെക്കുക. ആർക്കാ മുൻതൂക്കം കിട്ടുക നമുക്ക് നോക്കാം. രണ്ട് ടീമിനെയും നോക്കിയാൽ ഏറെക്കുറെ നാട്ടുകാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ബോധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് വയനാട് നടന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം അവര് പാസാക്കിയ ഐക്യകണ്ഠ്യേന പാസാക്കിയ പ്രമേയം എന്താ നിങ്ങൾ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ. അവർക്ക് വരെ മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഈ ജിന്നും ഈ ഷീറും ഈ വിവാദമൊക്കെ എന്നുള്ളത്. ഇനി അവിടെയും തൗഹീദ്. മൂപ്പര് യൂസുഫ് നബി ആകാൻ ശ്രമിക്കുക, ജയിലിൽ കിടന്നാലും തൗഹീദ് പറയും. ജയിൽ പുള്ളികൾക്ക് തൗഹീദ് പറയാനേ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു വേണ്ട. അതിന് ഇന്ത്യ രാജ്യത്ത് വേറെ പല മാർഗങ്ങളുണ്ട്. തൗഹീദ് പറയല്ലേ വേണ്ടത്, ജയിൽ പുള്ളികൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കല്ലേ വേണ്ടത്. അതിനെന്തെല്ലാം നല്ല സംവിധാനങ്ങളുണ്ട്. അതിന് ഞാനൊരു ജയിൽ പുള്ളിയാകണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി അതുപോലെ 14/4/2013 സമുദായ നേതാവ് വഞ്ചിച്ചതായി പരാതി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് പത്രസമ്മേളനം നടത്തിയത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. പ്രതികരണം എന്താ? ഞാനടക്കമുള്ള വിഭാഗത്തെ പ്രസ്ഥാനത്തെ തേജോവധം ചെയ്യാൻ നടത്തിയ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് എന്നാ. അതും സംഘടനന്റെ പെരടിയിൽ. പാവം KNM അല്ലേ? എപിക്ക് പരാതി കിട്ടി നമ്മളെ പറ്റിയൊക്കെ സംഘടനാ വിരുദ്ധവും ആദർശവിരുദ്ധവുമായ പ്രവർത്തനം നടത്തി എന്നുള്ളതിന്. ഉടനെ മൂപ്പർക്കത് പ്രഥമ ദൃഷ്ട്യാ എപിക്ക് ബോധ്യപ്പെട്ടു, ഉടനെ പുറത്താക്കി. എന്നാൽ നാണിയാജിയെക്കുറിച്ച് AP നിങ്ങൾക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ലേ? അബ്ദുറഹ്മാൻ സൽഫിയെക്കുറിച്ച് പ്രിയപ്പെട്ട AP നിങ്ങൾക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ലേ? ഡസൻ കണക്കിന് പരാതികൾ ഞാൻ വായിക്കാലോ ഇവിടെ കൊണ്ടുവന്നിട്ട്, നാട്ടുകാർ കൊടുത്തതും പ്രവർത്തകർ കൊടുത്തതും ഒക്കെ. എന്നിട്ട് എന്റെ ഒരു അന്വേഷണവും പുറത്താക്കലില്ലാത്തത് എന്ത് പറ്റി? എന്ത് നടപടിയെടുത്തു? കരുവള്ളി വന്നിട്ടില്ലേ നിങ്ങൾക്ക് പരാതി? കരുവള്ളി മുഹമ്മദ് മൗലവി വന്നിട്ടില്ലേ? എന്ത് നടപടിയെടുത്തു നിങ്ങൾ? പരാതി കിട്ടിയിട്ടില്ല എന്ന് AP പറയോ? പറയട്ടെ, അപ്പോ വായിക്കാം. എല്ലാ പരാതിന്റെ കോപ്പിയും കൊണ്ടുവന്നിട്ട് അപ്പോ വായിക്കുക. ഇടവരുത്തരുത് അതിനൊന്നും ദയവ് ചെയ്ത്. നിങ്ങളുടെ ഈ കള്ളക്കളികൾ മറച്ചുവെക്കാൻ അതിനുവേണ്ടി PN അബ്ദുൽ ലത്തീഫ് മദനിയെ പോലെയുള്ള ആളുകളെ കുറിച്ച് സാമ്പത്തിക അഴിമതി ആരോപിക്കുന്നവർ മനസ്സിലാക്കണം. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞാൽ വലിയ രസമുണ്ടാവില്ല. കുപ്പ തോണ്ടരുത്, ഓട് കാണും എന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. യാതൊരു തെളിവുമില്ലാതെ ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നേതാക്കളോട് വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും വലിയൊരു അമാനത്താണ്. അത് നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിശദീകരിക്കാം. ഈ പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചു പോയ ഓരോ കാര്യങ്ങളും മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടതാണ് അല്ലേ? കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ കള്ളത്തരങ്ങൾ ISM-ലും MSM-ലും പെട്ട ആളുകൾ നേതൃസ്ഥാനത്ത് വരാൻ ക്ലോസാണ്. എന്നിട്ട് ഡോക്ടർ സുൽഫീഖർ അലിയോ ISM-ന്റെ ആരായിരുന്നു? മൂപ്പര് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വന്നു നോക്കുമ്പോൾ KNM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാ. പിന്നെ പാനൽ അവതരിപ്പിക്കേണ്ടി വന്നാൽ അവതരിപ്പിക്കുന്നവനും പിന്താങ്ങുന്നവനും പാനലിൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ പേരിലാണ് ഒതായിലൊക്കെ പ്രശ്നം ഉണ്ടായത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പാനൽ അവതരിപ്പിച്ചതാരാ? M മുഹമ്മദ് മദനി. പിന്താങ്ങിയതാരാ? PP ഉണ്ണിക്കുട്ടി മൗലവി. രണ്ടാളും സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അത് അവർക്ക് ബാധകമല്ല. ഈ രൂപത്തിലുള്ള കള്ളത്തരങ്ങൾ പലതും ചെയ്ത് പ്രവർത്തകരെ വേദനിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അല്ലേ? പാപ്പി മകനും തമ്മിൽ കേസ് കൂടുക, അയൽവാസികൾ തമ്മിൽ തെറ്റി, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി, കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും പരാതികളെത്തി. പക്ഷേ എന്റെ പേരിലൊരു പരാതി, ഒരു കേസ് വന്നപ്പോ ജയിലിൽ കിടന്നാലും തൗഹീദ് പറയും. ഒന്ന് അനുഭവിക്കുക. ഇതൊക്കെ അള്ളാന്റെ പണിയാണ്. കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഒരുപാട് ഞാൻ ഇപ്പോ അവസാനമായി മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളതെന്നറിയോ? വെറുപ്പ് വിചാരിക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ല, വാക്ക് കടിച്ചിട്ടില്ല. എന്താ പറയാത്തതെന്നറിയോ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാ പറയാത്തത്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ വിളിച്ചു പറയണോ, ജനങ്ങളെ കേൾപ്പിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കും, എനിക്കറിയാം. പക്ഷേ തീരെ പറയാതിരുന്നാൽ തെമ്മാടികൾ ആധിപത്യം വാഴുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഉണ്ടായി, ഇനിയും അത് തുടരും. അത് അനുവദിച്ചുകൂടാ. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറുപടി പറയണം, പറഞ്ഞാൽ വീണ്ടും നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താജുദ്ദീൻ സലാഹിയുടെ പ്രഭാഷണം തീരുന്നതുവരെ അതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഈ വക കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെ ഇതൊന്നും പറയാതിരുന്നത് എന്താണെന്നറിയോ? അതിന്റെയൊക്കെ പേരിലാണ് ഈ പ്രശ്നം ജനങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അടിസ്ഥാനപരമായ പ്രശ്നം, ആദർശപരമായ പ്രശ്നം ആദ്യം മനസ്സിലാക്കട്ടെ, അതിനുശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ
വിചാരിച്ചിട്ടാണ്, ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് സംഘടനാപരമായ വിശദീകരണങ്ങളിലേക്കും അല്പാൽപമായിട്ട് ഇറങ്ങാം, അത് തുടങ്ങാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കാനും സത്യം അംഗീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് നിർബന്ധിതാവസ്ഥയിൽ പറഞ്ഞു പോയതാണ്. അള്ളാഹു അത് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ഓതിയ ആയത്ത് നിങ്ങൾക്കറിയാം, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ വുലിമാ. ദ്രോഹിക്കപ്പെട്ടവനൊഴികെ ചീത്തവാക്ക് പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ദ്രോഹിക്കപ്പെട്ടവൻ അള്ളാഹു അത് അനുവദിച്ചിട്ടുണ്ട്. അനുവദിക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. കാരണം തീരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ അല്പം കാര്യങ്ങൾ വിശദീകരിച്ചു. വേണ്ടി വന്നാൽ നമുക്കിനിയും പറയാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ കൂടെ നിൽക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിക്കാനുമുള്ള തൗഫീക്ക് നൽകി നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.